ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് നമ്മുടെ പുളിയിഞ്ചി. പുളിയിഞ്ചി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ. എല്ലാവർക്കും പുളിയിഞ്ചി നല്ല ഇഷ്ടമായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ പുളിയിഞ്ചി എന്ന് പറയുന്നത്. സാധാരണ പുളിയിഞ്ചി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യസ്തമായി ചേർത്ത് ഒരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും ഈ ഒരു പുളിയിഞ്ചി തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. ഓണമാകുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചേർത്തിട്ട് തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരാഴ്ച റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നോളും, മോശമായി പോവില്ല. ഒരു മാസമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ മോശമായി പോവാതിരുന്നോളൂ കേട്ടോ. അത് നമ്മൾ വഴറ്റി എല്ലാം ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 120 ഗ്രാം ഇഞ്ചി ഇതുപോലെ ഫൈനായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി പുളിയിഞ്ചിക്ക് കൊത്തി അരിഞ്ഞെടുക്കുക എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് കൊത്തി അരിഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്ത പുളിയിഞ്ചിയുടെ റെസിപ്പിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ കൊത്തി അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാതിരുന്നത്. കൊത്തി അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ആ ഇഞ്ചിയുടെ ഒരു പൊടി ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് റൈസിൻസ്, ഏകദേശം ഒരു 1/4 കപ്പ് റൈസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഈന്തപ്പഴം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ശർക്കരയുടെ അളവ് കുറച്ച് മതി കേട്ടോ, ഒരുപാട് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉഴുന്നാണ് വറവിടാനായിട്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ വീണ്ടും എരിവുണ്ടാവും, എങ്കിലും പച്ചമുളക് നമ്മൾ പുളിയിഞ്ചിയിൽ ചേർക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം കൂടുതലായിട്ട് നമ്മൾ ചേർക്കണം. അപ്പോൾ നിങ്ങൾ പുളിവെള്ളത്തിലിടുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇട്ടോളൂ, കുറച്ച് വെള്ളത്തിലാക്കി ഇടണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ശരിക്ക് ഓടിൻ്റെ ഉരുളിയിലാണ് നമ്മുടെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പാനിൽ വയ്ക്കുന്നത്. പക്ഷെ പാൻ നല്ല കട്ടിയുള്ള പാനായിരിക്കണം കേട്ടോ. കട്ടിയുള്ള പാനിൽ വെച്ചാലാണ് നമ്മുടെ പുളിയിഞ്ചി ശരിയാവുള്ളൂ. ഇഞ്ചി മൂത്ത് ആ കളറ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പാനിൽ തന്നെ വയ്ക്കണം, ഇല്ലെങ്കിൽ ഓടിൻ്റെ ഉരുളിയിൽ വയ്ക്കുക. അല്ലാതെ വേറെ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയിഞ്ചിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ കൊത്തി അരിയലും ഈ ഒരു ഇളക്കൽ മാത്രമേ നമ്മുടെ പുളിയിഞ്ചിയിൽ സമയം പോകുന്നുള്ളൂ. തേങ്ങ വേണ്ട, തേങ്ങാപ്പാൽ വേണ്ട, വേറെ ഒന്നും വേണ്ട. വളരെ എളുപ്പമാണ് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി വെച്ചാലോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുളിയിഞ്ചി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും പുളിയിഞ്ചി. ഞാൻ ഇഞ്ചി കറിയല്ല ഉദ്ദേശിച്ചത്, തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ ഇഞ്ചി തീയൽ പോലെ ഉണ്ടാക്കില്ല, അതല്ല. ഈ പുളിയിഞ്ചിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും പുളിയിഞ്ചി ആയിരിക്കും ഇഷ്ടം. അപ്പം എന്തായാലും എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ പഴയ പുളിയിഞ്ചിയുടെ റെസിപ്പിയോ ഈ ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേൻ്റെ തലേദിവസമൊക്കെ ഉണ്ടാക്കാവുന്നേ. ഇതൊക്കെ ഒന്ന് പൂരാടത്തിൻ്റെ അന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തിരുവോണത്തിന് സദ്യയിൽ വിളമ്പാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ വേണം നമുക്ക് നമ്മുടെ പച്ചമുളകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഇത് കണ്ടോ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡേറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റൈസിൻസിൻ്റെ അതേ വലിപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് വലിയതായിട്ട് കട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ വല്ലാതെ ചെറിയതായിട്ടും കട്ട് ചെയ്യണ്ട. നമുക്കൊരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കുക്കായി വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇപ്പോൾ കറിവേപ്പില ചേർക്കുന്നുള്ളൂ. ഇപ്പം തന്നെ ഓണത്തിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങും ഇഞ്ചി മൂത്ത് തുടങ്ങുമ്പോൾ. നിങ്ങളെല്ലാവരും ഓണം പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തോ? അതുപോലെ തന്നെ ഓണക്കോടി എടുത്തോ? എല്ലാ കാര്യങ്ങളും കമൻറ്റിൽ പറയണം കേട്ടോ. ഓണക്കോടിയൊക്കെ എടുത്തോ, കറികളൊക്കെ പ്ലാൻ ചെയ്തോ, എത്ര തരം പായസം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്ക് വെളിച്ചെണ്ണ കുറവായിട്ട് വന്നാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ കളർ കണ്ടോ, കരിഞ്ഞു പോവാതെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസിൻസും ഡേറ്റ്സും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വഴറ്റി ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറി മോശമായിപ്പോവും. ഇഞ്ചിക്കറി അല്ല, സോറി, പുളിയിഞ്ചി. അപ്പോൾ വഴറ്റി ചേർക്കാനായിട്ടാണ് നമ്മൾ എല്ലാം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. നന്നായിട്ട് വഴറ്റണം കേട്ടോ, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ റൈസിൻസ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഈ പൊട്ടി ചേർക്കുന്നത്. ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, റൈസിൻസിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ, ഒന്ന് ഡേറ്റ്സ് ഒക്കെ ഒട്ടിപ്പിടിക്കും ആ രീതിയിലായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഞ്ചി ഞാൻ വറുത്തത് മുഴുവനും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു, പക്ഷേ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചിയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റി വറുത്തെടുക്കണം. നമ്മുടെ റൈസിൻസിൻ്റെയും ഡേറ്റ്സിൻ്റെയും ഒക്കെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകണം. അത് മാത്രമേ നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ളൂ. എന്തായാലും നിങ്ങൾ ഇങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ ഓണത്തിന് തന്നെ ട്രൈ ചെയ്തോളൂ. ഏതായാലും ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഓണത്തിന് 2 ദിവസം മുന്നേ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഓണത്തിന് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇലയിൽ വിളമ്പി കൊടുക്കൂ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം കേൾക്കാം നമുക്ക്. പുതിയ രീതിയിലുള്ള പുളിയിഞ്ചി, പുതിയ രീതിയിലെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് നല്ലൊരു കൂടുതൽ ടേസ്റ്റ്. പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും പുളിയിഞ്ചി വളരെ ഇഷ്ടമായിരിക്കും. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പുളിയിഞ്ചിയും ഒരു മുട്ട വറുത്തതുണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ഊണ് കഴിക്കും. എനിക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കോമ്പിനേഷൻ പുളിയിഞ്ചിയുടെ കൂടെ ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻസും ഡേറ്റ്സും എല്ലാം കുക്കായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പുളിയിഞ്ചി ചേർത്ത് കൊടുക്കാം. പുളിയിഞ്ചി അല്ല, സോറി, ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ, ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ ചേർക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി. പിന്നെ പുളിയിഞ്ചിയിൽ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ, നമ്മുടെ ഇഞ്ചിക്കറിയിലാണ് മല്ലിപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവിന് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. കരിഞ്ഞു പോരുതിട്ട പൊടികൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ചില ആളുകൾ അരിപ്പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ. അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ രീതിയിലുള്ള പുളിയിഞ്ചി നമുക്ക് കിട്ടും. നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ റെസിപ്പിയിൽ നമ്മൾ പുളിയിഞ്ചിയിൽ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. വേഗം കുറുകി കിട്ടാനാണ് എല്ലാവരും അരിപ്പൊടി ചേർക്കുന്നത്. നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട റെസിപ്പിയാണിത്. അപ്പോൾ അരിപ്പൊടിയൊന്നും ചേർക്കാതെ പെർഫെക്റ്റായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ ഇഞ്ചി മാത്രം പോരല്ലോ, പുളിയും കൂടി വേണ്ടേ, അപ്പോഴല്ലേ പുളിയിഞ്ചി പെർഫെക്റ്റ് ആവുള്ളൂ. ഞാൻ ഫ്ലെയിം കുറച്ച് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരളവിൽ തന്നെ പുളി ചേർക്കണം. ഇപ്പോൾ വെള്ളം പോലെയാണ് ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ കറി വെള്ളം പോലെയാണ് ഇരിക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മുടെ പുളിയിഞ്ചി ആവുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പുളി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട്. ഇനിയും ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം, തിളച്ച് തുടങ്ങട്ടെ. ഞാനിപ്പോൾ പുളിയിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുളിയിഞ്ചിയൊക്കെ നമുക്ക് വീട്ടിൽ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു രീതിയിലും കിട്ടില്ല, നമ്മൾ ഗ്യാസിൽ വയ്ക്കുമ്പോഴൊന്നും കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത്രയായിട്ട് ഉപ്പ് ചേർത്തുണ്ടായില്ല. ഇനി പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് തിളച്ച് വരുമ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ ചോദിക്കും റൈസിൻസും ഡേറ്റ്സും ചേർത്തിട്ട് വീണ്ടും ശർക്കര ചേർക്കണമെന്ന്. പുളി ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ മധുരവും എരിവും പുളിയും എല്ലാം ചേർന്ന് മിക്സ്ഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മധുരത്തിനായിട്ട് ഡേറ്റ്സൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരളവിൽ ഡേറ്റ്സിൽ നിന്നുള്ള മധുരം ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇനി ശർക്കര എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുന്നത് കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ. ഇത്രയും ശർക്കര ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമാണ്. ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചീവി എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്ത് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും, ശർക്കരയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ശർക്കര ഒരു ഇപ്പോൾ കട്ടയായിട്ടുള്ള ശർക്കര, കട്ടയെന്ന് വെച്ചാൽ അച്ച് ശർക്കരയാണെങ്കിൽ ഒരു 2 അച്ച് ശർക്കര ഇടാം. ഈ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ഉണ്ട ശർക്കര എടുക്കുന്നതുകൊണ്ട് ഞാനൊരു ബൗളിൽ ഒരു ഏകദേശം 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലൊരു 3/4 കപ്പ് ആദ്യം ചേർത്തിട്ട് നമ്മൾ മധുരമൊക്കെ ചെക്ക് ചെയ്യുക. അതിന് ശേഷം ആവശ്യമാണെങ്കിൽ ബാക്കിയുള്ള 1/4 കപ്പും കൂടി ചേർക്കുക. 240 ml കപ്പിൻ്റെ അളവാണ് ഞാനീ പറയുന്നത്. ഇത് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ. ഉണ്ടാക്കി വരുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 120 ഗ്രാം ഇഞ്ചിയിലാണ് ഈ ഒരു ഇഞ്ചിക്കറി വീണ്ടും പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് സദ്യയിൽ വിളമ്പുക എന്നുള്ളത്. ഇങ്ങനെയല്ല, ഇത് വറ്റി ലാസ്റ്റ് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് പുളിയിഞ്ചി ആയിട്ട് മാറും. അപ്പോൾ ഇതുണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പും എരിവും എല്ലാം നോക്കാം. എരിവ് കുറവാണെങ്കിൽ വീണ്ടും മുളക് പൊടി ചേർക്കാം. വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ, പച്ചമുളകൊന്നും ചേർക്കരുത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക, മധുരം കുറവാണെങ്കിൽ ശർക്കര ചേർക്കുക, പുളി കുറവാണെങ്കിൽ പുളി ചേർക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഞാനെല്ലാം ചെക്ക് ചെയ്യട്ടെ. മധുരം കുറവാണ്, കുറച്ചുകൂടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര, ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര മുഴുവൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കുറവാണ്, ഉപ്പും ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിനി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ നമ്മുടെ പുളിയിഞ്ചി എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വറവിടാനുള്ള പരിപാടിയാണ്. നമ്മൾ പുളിയിഞ്ചി കറക്റ്റായി കഴിയുമ്പോഴേ വറവിടാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനി വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ പുളിയിഞ്ചിയിലേക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാൻ കേട്ടോ, ഞാനത് വിട്ടുപോയി പറയാൻ. ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, കായപ്പൊടി മതി. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ പുളിയിഞ്ചിയുടെയും ഇഞ്ചിക്കറിയുടെയും മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. കണ്ടോ കൊഴുപ്പ് കൂടി വരുന്നത്, നമ്മൾ അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ കറി കൊഴുത്ത് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ആവാറായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പുളിയിഞ്ചിയുടെ റെസിപ്പിയും അല്ലെങ്കിൽ നമ്മുടെ സദ്യ റെസിപ്പികളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുക. നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ചാനൽ എടുത്തിട്ട് ഹോം കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തത് പ്ലേലിസ്റ്റാണ്. ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓണം സദ്യ റെസിപ്പീസിനും അല്ലാതെ തന്നെ കേരള സദ്യ റെസിപ്പീസിനും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേതിൽ നോക്കിയാലും നിങ്ങൾക്ക് വേണ്ട ഓണം റെസിപ്പീസ് കിട്ടും. പുളിയിഞ്ചിയുടെ റെസിപ്പി അതിലുണ്ട്. ഇപ്പോൾ കണ്ടോ വീണ്ടും കുറുകി വരുന്നത്. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മുടെ പുളിയിഞ്ചി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരുന്നത്. കാണാൻ തന്നെ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നതൊക്കെ കുറഞ്ഞു തുടങ്ങി, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കും കേട്ടോ. നിങ്ങൾ ഏത് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിലും, നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പുളിയൊക്കെ കൂടുതൽ ഒഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചൂട് മാറാനായിട്ട് നമ്മൾ വേറെ ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ സെറാമിക് ബൗളിലേക്കോ ഒക്കെ മാറ്റി വയ്ക്കണം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റ് കളർ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് പാനിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബൗളിലേക്ക് മാറ്റി കഴിയുമ്പോഴായിരിക്കും നല്ല ഭംഗിയുള്ള കളർ ഫീൽ ചെയ്യുക. ഇതാ ഇത്രയും മതി. ഇനി ഇത് വീണ്ടും കുറുകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ ആ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. പുളിയുടെ വെള്ളമൊക്കെ വറ്റി ഇഞ്ചിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. കണ്ടോ കുറുകി കഴിഞ്ഞു പുളിയിഞ്ചി. ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്. അത്
മാക്സിമം ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കറക്റ്റ് ആക്കിയാലേ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വലിയ വീഡിയോകളായി പോകുന്നത് ചില റെസിപ്പികളുടെയൊക്കെ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വറവിടുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നാടൻ കറികളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആവശ്യമാണ്. അതിലൊന്നും ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ഇത്രയും വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്നും ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മതി. സൗണ്ടൊക്കെ വ്യത്യാസം വരുന്നു. കുറച്ച് കടുക് മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുളിയിഞ്ചിയിൽ കടുകിൻ്റെ ടേസ്റ്റ് വേണം. പക്ഷെ കടുക് കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണുന്ന പോലെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കടുക് മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി കഴിയാറാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1.5 ടീസ്പൂണോ 1 ടീസ്പൂണോ ആയാലും മതി, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരാൻ, ഉഴുന്ന് പരിപ്പായാലും ബോളായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്ന് ബോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ചെറിയ മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം നമ്മളിത് പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തോടു കൂടി ഉള്ള ആ ഒരു നനവോടുകൂടിയുള്ള കറിവേപ്പില ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് കറിവേപ്പില ഒന്ന് മൊരിഞ്ഞിട്ട് മാത്രം ചേർക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പിലയിലെ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിത് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയിഞ്ചി ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയായി തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ വറവ് ചേർക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രയും കട്ടി ആവുണ്ടായെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല നമ്മുടെ പുളിയിഞ്ചിയിൽ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇല്ലെങ്കിൽ തൊടുകറിയായിട്ട് വിളമ്പുമ്പോൾ ചില ആളുകൾ കുറച്ച് കട്ടിയായിട്ട് വിളമ്പാറുണ്ട്, ചില ആളുകൾ കുറച്ച് ലൂസായിട്ട് വിളമ്പാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാം. കുറച്ച് നേരത്തെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇല്ലെങ്കിൽ ഒഴുകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് പുളിയിഞ്ചി സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ പുളിയിഞ്ചിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും വ്യത്യാസം തോന്നിയോ സംശയം തോന്നിയോ എന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.